ഗുഡ് മോർണിംഗ്. സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് ലേറ്റായി ഓഫീസിലെത്താൻ. നമ്മുടെ എന്താ പറയുക, ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത്. പ്രീവിയസ് ഡേയിൽ ഉണ്ടായിരുന്നത് ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിനു ശേഷം നല്ല താഴേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ 10:15 ആയിട്ടുണ്ട്. നിഫ്റ്റിയിൽ പ്രത്യേകിച്ച് ഒരു സിംഗ്ലോ എന്നൊക്കെ ടാപ്പ് ചെയ്തെന്നല്ലാതെ നിഫ്റ്റിയിൽ ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് അപ്സൈഡ് ലിക്വിഡിറ്റിയാണ്. 24,961 എന്നുള്ളൊരു അപ്സൈഡ് ലിക്വിഡിറ്റിയാണുള്ളത്. അത് ടാപ്പ് ചെയ്യുമ്പോൾ നിഫ്റ്റി താഴേക്കാണ്. ബാങ്കിലാണെങ്കിൽ നമുക്ക് അപ്സൈഡിലേക്കുള്ള ട്രേഡ് നോക്കാം. ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ ഒരു ബുള്ളിഷ് ട്രേഡിന് കൺസിഡർ ചെയ്യാം. ഇങ്ങോട്ട് വരണം, എന്നാലേ നമുക്കൊരു ട്രേഡ് ഉണ്ടാവുള്ളൂ. 55,170 ഇപ്പോൾ നമുക്ക് ടാർഗറ്റായിട്ട് ഒരു വലിയൊരു ടാർഗറ്റ് ലെവലില്ല. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് നല്ല അപ് ട്രെൻഡിന് ശേഷം ചെറിയ 2 ദിവസമായിട്ട് ഒരു സൈഡ് വേസ് മാർക്കറ്റും ചെറിയ ഡൗൺ സൈഡ് മാർക്കറ്റാണ്. അപ്പോൾ ചെറിയൊരു അപ്സൈഡിലേക്ക് മൂവ് ചെയ്യും എന്നുള്ള പ്രതീക്ഷയിലാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാനുള്ള പ്ലാൻ ചെയ്യാം. 55,200 കോൾ ഓപ്ഷൻ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത് വെക്കാം. പ്രീമിയം 656 റേഞ്ചിലൊക്കെയാണ്. 150 ക്വാണ്ടിറ്റി. ഇതൊരു 1:5 ഒന്നുമില്ല. ആ ഒരു നെക്സ്റ്റ് ഒരു 5 മിനിറ്റ്സ് ലിക്വിഡിറ്റിയിലേക്ക്. കാരണം അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് താഴേക്ക് നോക്കാൻ പറ്റിയൊരു ഏരിയയാണ് അവിടെ. ഇതിൻ്റെ ടാർഗറ്റ് വെക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ 150 പോയിന്റിന് അടുത്തുള്ളൂ. നോക്കാം, നമുക്ക് എൻട്രി വരട്ടെ. എൻട്രി വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. നിഫ്റ്റിയിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നും 5 മിനിറ്റ്സിലായാലും ഒന്നും പ്രത്യേകിച്ച് ഒരു ലിക്വിഡിറ്റി ഒന്നും ഇല്ല. നോക്കാം. ബാങ്കിൽ ഈ ട്രേഡ് കിട്ടിക്കഴിഞ്ഞതിൻ്റെ ടാർഗറ്റ് അടിച്ചു കഴിഞ്ഞാൽ താഴേക്ക് നോക്കാം. എൻട്രി കിട്ടിയതിന് ശേഷം ടാർഗറ്റ് അടിച്ചാൽ SL അടിക്കുകയാണെങ്കിൽ പിന്നെ പുതിയൊരു ഓപ്പർച്യൂണിറ്റി നോക്കേണ്ടി വരും. നമുക്ക് മാർക്കറ്റ് ആ ഒരു ഏരിയയിൽ എത്തട്ടെ, വെയിറ്റ് ചെയ്യാം. ഫൈനാൻസ് ഇല്ല, വരുന്നുണ്ട് വരട്ടെ. വെയിറ്റിംഗ്. ഏകദേശം നമുക്ക് വാല്യൂ നോക്കിയേക്കാം. അവിടെ അതിൻ്റെ താഴേക്ക് വരികയാണെങ്കിൽ എൻട്രി എടുക്കാം. 55,155 ഇപ്പോൾ ഉള്ളത്. നമുക്ക് എൻട്രി എടുക്കാം. നമുക്ക് എൻട്രി കിട്ടിയത് ഓൾമോസ്റ്റ് 646 നമുക്ക് ചെറിയൊരു ലോസിലാണിപ്പോൾ. നമ്മൾ എന്താ പറയുക, ടാപ്പ് ചെയ്ത ഉടനെ തന്നെ എടുത്തിട്ടോ, ഒന്നും വെയിറ്റ് ചെയ്തില്ല. കാരണം ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഒന്നും കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെയാണ്. നമുക്കിവിടെ നമ്മുടെ പ്രീമിയം ചാർട്ട് കൂടി ഒന്ന് ആഡ് ചെയ്തില്ല. അപ്പോൾ നമുക്ക് നോക്കാൻ സുഖമാവും കുറച്ചും കൂടെ. 600 നമുക്ക് എൻട്രി കിട്ടിയത് 646. ഇപ്പോൾ 649. ചെറിയൊരു പ്രോഫിറ്റാണ് അല്ലേ. പ്രോഫിറ്റ് ലോസ് നോക്കാം. ആ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ, വെബ്സൈറ്റിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ടാർഗറ്റ്, ഇനി അതല്ല മാർക്കറ്റ് താഴേക്കാണെങ്കിൽ നമുക്ക് SL ആയിരിക്കും. 20 പോയിൻ്റാണ് SL. 3,000 റേഞ്ചിലായിരിക്കും ലോസ് വരാം. ഏതായാലും ഞാനൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് കാണിച്ചു തരാം. ഇത് പ്രീവിയസ് ഡേയിലെ 50 മിനിറ്റ്സ് ലിക്വിഡിറ്റി അനുസരിച്ചിട്ട് ട്രേഡ് എടുത്തത് കേട്ടോ. ഫസ്റ്റ് ട്രേഡ് ഒരു അഗ്രസീവ് ട്രേഡാണ്. ഇതിന് മുമ്പും ഒരു 1 മിനിറ്റിലെ ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് ഞാൻ ഓഫീസിൽ എത്തിയിട്ടില്ല, ഞാൻ കുറച്ച് ലേറ്റായിരുന്നു എത്താൻ. ഏതായാലും നോക്കാം, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് കാണിക്കാം. സമയം 10:44 ആയിട്ടുണ്ട്. നമ്മുടെ ടാർഗറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് 8,000 റേഞ്ചിൽ പ്രോഫിറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ ടാർഗറ്റ് എത്തിയില്ല. ടാർഗറ്റ് എത്തിയാൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം. ഇനി അവിടുന്ന് താഴേക്ക് വരികയാണെങ്കിൽ നമുക്കൊരു കോസ്റ്റ് പ്രൈസ് ഒക്കെ വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ലോസ് ബുക്ക് ചെയ്യണ്ട, കാരണം ഓൾറെഡി നമ്മുടെ ടാർഗറ്റിൻ്റെ അടുത്ത് എത്തിയില്ലേ. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യാം, കോസ്റ്റിലേക്ക് വെക്കാം. എത്തട്ടെ, ടാർഗറ്റ് എത്തുന്നവരെ വെയിറ്റ് ചെയ്യാം. പ്രീമിയം ബോണ്ട് അല്ലേ. ഓക്കെ 9,000 ഒക്കെ എത്തിയിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ 55,296 എന്നുള്ള റേഞ്ച് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റില്ല. അവിടെ ടാപ്പ് ചെയ്താൽ നമുക്ക് താഴേക്കും നോക്കാൻ പറ്റിയൊരു ഓപ്പർച്യൂണിറ്റി ഉള്ള ഏരിയയാണ്. അപ്പോൾ അവിടേക്ക് വരട്ടെ. വരുന്നുണ്ട്. ഓക്കെ വന്നിട്ടുണ്ട്. നമുക്ക് എക്സിറ്റ് ചെയ്യാം. നമ്മൾ
നമുക്ക് എത്രക്കാണ് കിട്ടിയത്? ഓക്കെ, 10,990. ആ പ്രീമിയം പിന്നെ പറക്കണ്ടല്ലേ, പക്ഷെ കുഴപ്പമില്ല. നമുക്ക് അവിടെ എത്തിയാൽ എക്സിറ്റ് ചെയ്യാണ് ബെറ്റർ. ഒരു 46 എൻട്രി, 720 എക്സിറ്റ്. ഞാൻ പറഞ്ഞില്ലേ, അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ പ്രീമിയം 730 കഴിഞ്ഞു, നമ്മൾ 720 എക്സിറ്റ് ചെയ്ത്. പക്ഷേ എന്താ വെച്ചാൽ നമ്മൾ അതൊരു ലിക്വിഡിറ്റി ഏരിയ തന്നെയാണ് അത്. കാരണം മാർക്കറ്റ് ഒരു സിങ് ഹൈ ആണ്, ഇന്ന് ക്രിയേറ്റ് ചെയ്ത ഒരു ലിക്വിഡിറ്റി ഏരിയ ആണ്. അപ്പോൾ അവിടെ എത്തുമ്പോൾ താഴേക്ക് വരാൻ ചാൻസ് ഉണ്ട്. പറയാൻ പറ്റില്ല, ചാൻസ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അവിടെ നിന്ന് മാർക്കറ്റ് മുകളിലേക്കാണോ താഴേക്കാണോ നമ്മുടെ കയ്യിലല്ല. നമ്മൾ ഈവൻ നിഫ്റ്റിയിലും ഒരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടുണ്ട്. സമയം 10:58 നമ്മുടെ ആ ഒരു നിഫ്റ്റി അപ്സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തതിനു ശേഷം താഴേക്ക് വന്നു. ഞാൻ നിഫ്റ്റിയിലൊരു ട്രേഡ് നോക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ അത് എൻട്രി കിട്ടിയില്ല. കറക്റ്റായിട്ട് ഇപ്പോൾ ചേഞ്ച് ഓഫ് ക്യാരക്ടറൊക്കെ കിട്ടി താഴേക്ക് വന്നിട്ടുണ്ട്. ഈവൻ ബാങ്കിൽ നമ്മൾ എക്സിറ്റ് ചെയ്ത ആ ട്രേഡ് കണ്ടില്ലേ, കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞില്ലേ, അപ്സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ എക്സിറ്റ് ചെയ്യുമായിരിക്കും പലപ്പോഴും നല്ലത്. അവിടെ നമ്മൾ അധികം വെച്ചിരിക്കാൻ പറ്റില്ല, അവിടെ നിന്ന് താഴേക്ക് വരാനും പോസിബിലിറ്റി ഉണ്ടല്ലോ. പക്ഷേ ബാങ്കിൽ നിഫ്റ്റിയിലായാലും നമുക്കൊരു എൻട്രി താഴേക്ക് ഞാൻ നോക്കി, പക്ഷേ കിട്ടിയില്ല. നമുക്ക് എപ്പോഴും ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തെന്ന് വിചാരിച്ച് മൂവ് ചെയ്യണമെന്നില്ല. മൂവ് ചെയ്താൽ തന്നെ നമ്മുടെ ടൈപ്പ് ഓഫ് എൻട്രി വരണമെന്നില്ല. ഇതൊക്കെ മാർക്കറ്റിലുണ്ട്. സമയം 12:03 12:03 ഓൾറെഡി നമുക്ക് നിഫ്റ്റിയിൽ ഇന്നൊരു 5 മിനിറ്റ്സ് ഇന്ന് ക്രിയേറ്റ് ചെയ്ത ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തുകൊണ്ട് തന്നെ മുകളിലേക്ക് ട്രേഡ് നോക്കാം. പക്ഷേ സെയിം ടൈമിൽ വേറെ പ്രശ്നമുണ്ട്. ബാങ്ക് നിഫ്റ്റിയിൽ താഴേക്കുള്ള 55,167 എന്നുള്ള റേഞ്ച് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ താഴേക്ക് ട്രേഡ് നോക്കേണ്ടി വരും ബാങ്കിൽ. അപ്പോൾ ഏതിലാണോ ആദ്യം എൻട്രി വരുന്നതെന്ന് നോക്കാം. നമുക്ക് നേരത്തെ ഓൾറെഡി നിഫ്റ്റിയിൽ ഒരു ട്രേഡ് എടുത്തുകൊണ്ട് തന്നെ വേണമെങ്കിൽ ബാങ്കിൽ ട്രേഡ് എടുത്തുകൊണ്ട് നിഫ്റ്റിയിൽ വേണമെങ്കിൽ ട്രേഡ് നോക്കാം. നിഫ്റ്റിയുടെ 24,900 കോൾ ഓപ്ഷൻ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിടാം. പക്ഷേ അത് ബാങ്കിലും കൂടെ ടാപ്പ് ചെയ്യുന്നതിന് മുമ്പ് വന്നാലായിട്ട് എടുക്കുക. അഥവാ ടാപ്പ് ചെയ്തിട്ട് വരികയാണെങ്കിൽ പിന്നെ നമ്മളൊരു സ്കാൽപ്പിംഗ് പോലെ നോക്കുകയുള്ളൂ. ട്രേഡ് എടുത്തിട്ട് ട്രെയിൽ ചെയ്ത് പോവുള്ളൂ. നോക്കാം. 12:04 എൻട്രി വരണം. ബാങ്ക് നിഫ്റ്റി 55,167 ടാപ്പ് ചെയ്തിട്ടില്ല. ടാപ്പ് ചെയ്യുന്നതിന് മുമ്പ് കിട്ടിയ അടിപൊളി. രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് എൻട്രി വന്നു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ബെറ്റർ ഒന്നെങ്കിൽ ട്രേഡ് എടുക്കാതിരിക്കാം, അല്ലെങ്കിൽ ട്രേഡ് എടുത്താൽ തന്നെ പെട്ടെന്ന് പ്രോഫിറ്റ് ട്രെയിൽ ചെയ്ത് പോകുന്ന മെത്തേഡ് യൂസ് ചെയ്യാൻ നല്ലത്. ചെറിയ പ്രോഫിറ്റ് ആകുമ്പോൾ തന്നെ പ്രോഫിറ്റ് ഇങ്ങനെ കയറ്റി വെച്ച് കൊടുത്ത് ചെയ്യാം. കാരണം എപ്പോഴും നിഫ്റ്റിയിൽ ഡൗൺ സൈഡ് ട്രേഡ് ടാപ്പ് കിട്ടിയിട്ട് മുകളിലേക്ക് മാർക്കറ്റ് പോകാൻ ചാൻസ് ഉണ്ട്. അതേപോലെ ബാങ്ക് നിഫ്റ്റിയിൽ അപ്സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത് താഴേക്ക് വരാൻ ചാൻസ്. ഈ ഒരു അവസ്ഥയിലാകുമ്പോൾ നമുക്ക് എൻട്രി കിട്ടിയതിന് ശേഷമായിരിക്കും ചിലപ്പോൾ ബാങ്കിൽ ഡൗൺ സൈഡിലേക്കുള്ള ഓപ്പർച്യൂണിറ്റി വരിക. അപ്പോൾ മാർക്കറ്റ് അതേപോലെ തന്നെ ലോസിലേക്ക് വരും ചെയ്യും. അപ്പോൾ അതേ പറഞ്ഞത്, ഒന്നുകിൽ ട്രേഡ് ചെയ്യാതിരിക്കുക സമയത്ത്, അല്ലെങ്കിൽ ജസ്റ്റ് സ്കാൽപ്പിംഗ് യൂസ് ചെയ്യായിരിക്കും ബെറ്റർ. നോക്കാം, ഏതായാലും ചാൻസ് വരട്ടെ, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 12:12 നമുക്ക് നിഫ്റ്റിയിൽ നോക്കാം. പക്ഷേ ബാങ്കിലും അപ്സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടുണ്ട്. 55,167 ടാപ്പ് ചെയ്യുന്നത്. ബാങ്കിൽ താഴേക്കാണ് അവസരം, നിഫ്റ്റിയിൽ മുകളിലേക്കും നോക്കാം. പ്രീമിയം ഒക്കെ വരുന്നതായിട്ടൊരു സുഖമില്ലല്ലേ, ഡൗൺ സൈഡിലേക്ക് തന്നെയാണോ? ഓക്കെ, ഏതായാലും ഞാൻ സ്കാൽപ്പിംഗേ ചെയ്യുള്ളൂ. കാരണം ബാങ്കിൽ താഴേക്ക് അവസരമാണ്, നിഫ്റ്റിയിൽ മുകളിലേക്ക് അവസരമാണ്. അപ്പോൾ നമുക്ക് അധികം വെയിറ്റിംഗ് ഒന്നും ആവില്ല. ട്രേഡ് എടുക്കുക, പെട്ടെന്ന് സ്കാൽപ്പ് ചെയ്യുക. പ്രോഫിറ്റ് കയറി കഴിഞ്ഞ ഉടനെ സ്കാൽപ്പ് ചെയ്യും. ഓക്കെ, നമുക്ക് എൻട്രി എടുക്കാം. 109.20 നമ്മുടെ എൻട്രി കൊടുത്തത്. 110. ഓക്കെ, എൻട്രി കിട്ടിയിട്ടുണ്ട്. 109.20 നമ്മുടെ സെലടിച്ചോ? ഇല്ലല്ലേ, ഇല്ല, സെലടിക്കില്ല. 1000 റുപ്പീസൊക്കെ പ്രോഫിറ്റ് ആയിട്ടുണ്ട്. ബാങ്കിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ബാങ്ക് ഇപ്പോൾ താഴേക്കുള്ള ബാങ്ക് ഇപ്പോൾ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ബാങ്ക് ആ ഒരു സിങ് ഹൈ എടുത്തു കഴിഞ്ഞാൽ താഴേക്ക് നോക്കാൻ പറ്റിയ ഒരു ഏരിയ ആയിരിക്കും. ഏതാണ് വരാൻ പറ്റില്ല. ഇതിലിപ്പോൾ ഒരു 1,500-2,000 റേഞ്ചിലായില്ലേ. നമുക്ക് കോസ്റ്റ് പ്രൈസിലേക്ക് വെക്കാം. അധികം റിസ്ക് എടുക്കണ്ട, പെട്ടെന്ന് ട്രെയിൽ ചെയ്യാം. 2,000 മൂവ് ചെയ്യുന്നതിനനുസരിച്ച് മാറ്റിയിട്ട് കൊടുക്കാം.
മാർക്കറ്റ് ഇന്നത്തെ പ്രൈസ് ആക്ഷൻ പ്രകാരം ശരിക്കും ബാങ്കിൽ താഴേക്കും നിഫ്റ്റിയിൽ മുകളിലേക്ക് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു സിങ് ഹൈ ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പറയാൻ പറ്റില്ല. എന്തായാലും നമ്മൾ സേഫ് തന്നെയാണ്. കാരണം നമ്മൾ ഇനി അധികം റിസ്ക് എടുക്കാനാവില്ല. ലോസ് ബുക്ക് ചെയ്യില്ല ഈ ട്രേഡിൽ. ഇനി എന്താ വെച്ചാൽ ഇനി അതായത് കോസ്റ്റ് പ്രൈസിലേക്ക് വെക്കുക. കാരണം എന്താ പറയുക, ഇനി ഇൻ കേസ് നമുക്ക് നല്ലൊരു അവസരം വരികയാണെങ്കിൽ, അതായത് രണ്ടും ഒരേ ഡയറക്ഷനിലേക്കുള്ള ട്രേഡ്സ് വരികയാണെങ്കിൽ നമുക്ക് നോക്കാം. അതായിരിക്കും ബെറ്റർ. കാരണം 2 ട്രേഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവസരം ഉണ്ടാവില്ല. രണ്ടാമത്തെ ട്രേഡ് കഴിഞ്ഞാൽ ഇന്ന് ട്രേഡ് ചെയ്യൂ. ബാങ്ക് നിഫ്റ്റി ബാങ്ക് ഇല്ല കേട്ടോ. ബാങ്ക് ആ ഒരു രീതിയിലേക്ക് എത്തിയില്ല. ബാങ്ക് ഡൗൺ സൈഡ് എൻട്രിക്ക് ഓപ്പർച്യൂണിറ്റി വന്നിട്ടില്ല. കുറച്ചും കൂടി മുകളിൽ പോലെ ബാങ്ക് വരുള്ളൂ. ബാങ്കിൽ എൻട്രി വരികയാണെങ്കിൽ മിക്കവാറും നിഫ്റ്റിയിൽ ടാർഗറ്റ് അല്ലെങ്കിൽ എക്സിറ്റ് ചെയ്യുക. അതാണ് നല്ലത്. അധികം നിൽക്കാനാവില്ല. SL അടിക്കാതെ നേരെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ, ബാങ്കിൽ എൻട്രി വരികയാണെങ്കിൽ നമുക്ക് നിഫ്റ്റി നോക്കാം, എക്സിറ്റ് ചെയ്യാൻ പറ്റും. നോക്കാം എന്താ അവസ്ഥ. 2000 ഒക്കെ ആയിട്ടുണ്ട്. വീണ്ടും 2000 കാണിച്ചു. 2100. മാർക്കറ്റ് ഇപ്പോൾ നല്ല ബുള്ളിഷ് ട്രേഡ് തന്നെയാണ്. ബുള്ളിഷ് ആണ്, ഓപ്പർച്യൂണിറ്റി ആണെന്ന് കരുതി നമുക്ക് ഡയറക്റ്റ് ആവില്ല. നമ്മുടെ കോസ്റ്റ് പ്രൈസ് എക്സിറ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ. XL അടിച്ചിട്ടുണ്ട്. നമുക്ക് ആ ട്രേഡിൽ 45 റുപ്പീസ് ലോസ് വന്നിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി ഇപ്പോഴും സ്റ്റിൽ നമുക്ക് ഡൗൺ സൈഡിലേക്ക് എൻട്രി തന്നിട്ടില്ല. ഒരു ക്യാൻഡലിൻ്റെ മുകളിലേക്കൊക്കെ മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ നമുക്കൊരു എൻട്രി വരുള്ളൂ. പക്ഷേ ഞാൻ വിചാരിച്ചു ബാങ്ക് നിഫ്റ്റിയിൽ തിരിച്ച് മുകളിലേക്ക് പോയിട്ട് ആ എൻട്രി വരികയാണ് എക്സിറ്റ് ചെയ്യാൻ വിചാരിച്ചത്. അങ്ങനെ നമ്മൾ 10-15 പോയിന്റ് അതിലും കിട്ടുമായിരുന്നു നിഫ്റ്റിയിലും. പക്ഷെ എന്ത് ചെയ്യാനാ, നമുക്ക് കോസ്റ്റ് പ്രൈസ് കുഴപ്പമില്ല. ഇനി രണ്ടും ഒരേ ഡയറക്ഷനിലേക്ക് വരുമ്പോൾ നോക്കാം. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 12:22 നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ പറഞ്ഞ പോലെ അപ്സൈഡ് എഗെയിൻ ചേഞ്ച് ഓഫ് ക്യാരക്ടറൊക്കെ കിട്ടി അവിടെ എത്തിയിട്ടുണ്ട്. ഇനി ആ ഒരു ക്യാൻഡലിൻ്റെ ഹൈ എടുക്കുമ്പോൾ താഴേക്ക് നോക്കാൻ പറ്റിയൊരു അവസരമാണ് ബാങ്കിൽ. പക്ഷെ ബാങ്കിൽ എടുത്താലും ടാർഗറ്റിലേക്ക് ഡിസ്റ്റൻസും ഇല്ല. പിന്നെ അതുപോലെ നിഫ്റ്റിയും ബാങ്കും ഓപ്പോസിറ്റ് ഡയറക്ഷനില്ല. അങ്ങനെ വേണ്ട. നമുക്ക് നേരത്തെ ആ ട്രേഡ് നമ്മൾ ജസ്റ്റ് SL അടിച്ചതിന് ശേഷം ഒരു 10 പോയിന്റ് പോയില്ലേ, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ല നേരത്തെ ബാങ്ക് നിഫ്റ്റിയിൽ എൻട്രി ഏരിയ വരികയാണ് എക്സിറ്റ് ചെയ്യാനെന്ന് പറഞ്ഞാൽ അത് ഒരു 10 പോയിന്റൊക്കെ കിട്ടീനി. അങ്ങനെ വന്നിരുന്നെങ്കിൽ SL അടിക്കാതെ വന്നിരുന്നെങ്കിൽ കുഴപ്പമില്ല. ഏതായാലും ബാങ്കിലും ഞാൻ ട്രേഡ് ചെയ്യുന്നില്ല. കാരണം ബാങ്ക് നിഫ്റ്റി ഒരു സെയിം ഡയറക്ഷനിലേക്ക് വരട്ടെന്നിട്ട് നോക്കാം. ബാങ്കിൽ ശരിക്കും അതിൻ്റെ മുകളിൽ പോയാൽ നമുക്ക് പുട്ടോ. സമയം 2:04. നമ്മൾ നേരത്തെ താഴേക്ക് നോക്കാമെന്ന് പറഞ്ഞ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് നന്നായിട്ട് താഴേക്ക് വന്നിട്ടുണ്ട്. ബാങ്കാരും നിഫ്റ്റിയാരൊക്കെ താഴേക്ക് വന്നു. പക്ഷേ ഞാനത് എടുത്തില്ല. ഞാൻ വിചാരിച്ചു രണ്ടും ഒരു സെയിം ഡയറക്ഷനിലേക്ക് വരട്ടെ എന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇപ്പോഴും നമുക്കൊരു ഡൗൺ സൈഡ് എൻട്രി 55-40 ഒക്കെ മുകളിൽ ലിക്വിഡിറ്റി ഉണ്ടായത് 5 മിനിറ്റ്സിൽ നിന്ന് ക്രിയേറ്റ് ചെയ്ത ബാങ്ക്. പക്ഷേ അവിടെ നിന്നൊന്നും എൻട്രി തരാതെ നേരെ താഴേക്ക് വന്നാൽ അതിൻ്റെ ഇടയിൽ നമുക്കൊരു ഡൗൺ സൈഡ് ലിക്വിഡിറ്റി 5 മിനിറ്റ്സിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റി. അപ്പോൾ 55 സംതിങ് അവിടെ ടാപ്പ് ചെയ്തപ്പോൾ മുകളിലേക്ക് നോക്കാൻ വേണ്ടിയിട്ടുള്ള ചേഞ്ച് ഓഫ് ക്യാരക്ടർ എൻട്രി. അത് സത്യം പറഞ്ഞാൽ അപ് സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത് താഴെ എത്തിയതിൻ്റെ ടാർഗറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയ ഏരിയ അത്. സത്യം പറഞ്ഞാൽ അവിടെ നമുക്കൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ എൻട്രി നോക്കാം. അപ് സൈഡിലേക്ക് ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം. കാരണം 2 റീസൺ. ഒന്ന് 55,000 താഴേക്ക് വന്നില്ല, ചെറിയ റിവേഴ്സൽ ഉണ്ടാവും, ബൈ ചെയ്യാം. ഇല്ല ഇനി കൊടുത്തിട്ട് 900 ബൈ കൊടുത്തു. 655,000 കോൾ ഓപ്ഷൻ നമുക്ക് 663 എൻട്രി കിട്ടിയത്. ഇതൊരു സ്കാൽപ്പിംഗ് പോലെ കേട്ടോ. ഇത് കാരണം ചെറിയ തൊട്ടടുത്ത് തന്നെ ലിക്വിഡിറ്റി ഉണ്ട്. 55-50 മാർക്കറ്റ് എത്തുകയാണെങ്കിൽ അവിടെ ലിക്വിഡിറ്റി ഉണ്ട്. അപ്പോൾ അവിടെ എത്തുകയാണെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യാം. ഇനി അതല്ല താഴേക്കാണ് വരുന്നെങ്കിൽ SL ആണെങ്കിൽ ഇന്നത്തെ ട്രേഡ് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യാം. നമ്മൾ രണ്ടാമത്തെ ട്രേഡ് ടോട്ടൽ ഇപ്പോൾ 3 ട്രേഡായി. ഇത് മിക്കവാറും SLലേക്ക് തന്നെയാണ്. ഇതിൽ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ പോയിന്റ് ഉണ്ട്. 1.5 നമുക്ക് ലാസ്റ്റ് ഒരു സ്കാൽപ്പിങ് ചെയ്തില്ല, അതുപോലൊരു ട്രേഡ് ആയിരിക്കും മിക്കവാറും. 1:2 ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. സ്കാൽപ്പിംഗ് ആണ്. 55,050 റേഞ്ചൊക്കെ എത്തുമ്പോൾ എക്സിറ്റ് ചെയ്യാം. അവിടെ 5 മിനിറ്റ്സ് ലിക്വിഡിറ്റിയാണ് ഇപ്പോൾ. വലിയ ടാർഗറ്റ് ഇല്ല. ട്രേഡ് പോകുന്നുണ്ട്. ഇന്നലെ അതേപോലെ പെട്ടെന്ന് ലോസ് കാണിച്ച് പ്രോഫിറ്റിലേക്ക് പോയത്. അതേപോലെ പോവുകയാണെങ്കിൽ അടിപൊളി. നോക്കാം. ഞാനൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചു തരാം. ഇല്ലേ, ഫാസ്റ്റ് ഫോർവേഡ് അടിക്കാൻ നേരമില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അതിന് മുമ്പ് തന്നെ SL അടിക്കുമോ? SL അടിച്ചിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് ഇന്നത്തെ പരിപാടി നിർത്താം. സമയം 2 മണിയായി, സമയം ഏകദേശം ആയില്ലേ. നമുക്ക് ജസ്റ്റ് നോക്കാം, നമുക്ക് ഗോൾഡിലൊക്കെ വലിയ ചാൻസ് കിട്ടുകയാണെങ്കിൽ നോക്കാം. ടോട്ടൽ ഇന്ന് 3 ട്രേഡ്, 2 ട്രേഡ് എടുത്തിട്ടുള്ളൂ, ഒന്നും അപ്പോൾ തന്നെ എക്സിറ്റ് ചെയ്താണ്. നമുക്ക് ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇന്ന് പ്ലാൻ ചെയ്ത ട്രേഡ്സ് ഒക്കെ താഴേക്ക് ലിക്വിഡിറ്റി എടുത്തൊക്കെ കറക്റ്റായിട്ട് നല്ല ടാർഗറ്റിലേക്ക് വന്നിട്ടുണ്ട്. ക്യാൻഡിൽ ടാപ്പ് എൻട്രി ഒക്കെ സൂപ്പറായിട്ടുണ്ടായിരുന്നു. ഇനി നാളെ നോക്കാം. താങ്ക് യു, ബൈ.